ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല. ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല. നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ, ലോകം നിങ്ങളെ ഓർക്കണമോ, ഒറ്റ വഴിയേ അതിലുള്ളൂ, ചരിത്രം സൃഷ്ടിക്കുന്നതാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെയേറെ ബഹുമാനമുള്ള 29ാമത് പ്രോഫ്കോണിൻ്റെ സംഘാടകരെ, പ്രിയപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥിനികളെ, ഈ മഹാസമ്മേളനം, ജ്ഞാനത്തിൻ്റെ കൈലാസം കയറുന്ന ഈ മഹാസമ്മേളനം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, പങ്കെടുക്കാൻ ഒരുപാട് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് സാധ്യമാകാതെ പോയ ഒരുപാട് കുട്ടികളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, സഹൃദയരെ, വളരെ വിലപ്പെട്ട സമയത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ചിന്തകളിലേക്ക്, നിങ്ങളുടെ മനന പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരപേക്ഷ മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്കുള്ളത്. നാം ജീവിക്കുന്ന ഇന്ത്യയിലെ മഹാഭാരതത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ശ്രുമേ പരം വജ എന്ന വാക്ക്. അർജുന, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിലാണ്. ഷമ്മ ഇസ്രായേല, അല്ലയോ ഇസ്രായേൽ സമൂഹമേ, ശ്രദ്ധിച്ചു കേൾക്കണം. ഫസ്തമേ ലിമാ യുഹ, വഹി നൽകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു, ഇനിയും കേൾക്കാനിരിക്കുന്നു, നാളെയും കേൾക്കാനിരിക്കുന്നു. ലോകം അതിൻ്റെ അനന്തമായ പുരോഗതി നേടുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങളും ചർച്ചകളും ഇനിയും നിങ്ങൾ കേൾക്കാനിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പക്ഷെ നിങ്ങൾ ഇവിടെ യുവത്വം, അന്നും ഇന്നും, അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യൂത്ത്, യൗവനം, അതെന്താവണം എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് 17 മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇനി അവതരിപ്പിക്കാനുള്ളത്. എന്താണ് യുവത്വം എന്നതിനെ വളരെ കൃത്യമായി നമ്മൾ കാണുന്ന, നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻ 15 മുതൽ 24 വരെ വയസ്സുള്ള ആ ആധുനിക കാലത്ത് അതിനെയാണ് യുവത്വത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് വിളിച്ചിട്ടുള്ളത്. 2030 ആകുമ്പോൾ ലോകത്ത് 130 കോടി യുവാക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 800 ചില്ലാനം കോടി ജനങ്ങളിൽ 130 കോടി യുവാക്കളായിരിക്കും ഇൻഷാ അല്ലാ അടുത്ത 2030 ഉണ്ടാവുക. 2025 പ്രകാരം 120 കോടി യുവാക്കൾ ലോകത്തുണ്ട്. അതിലേറ്റവും കൂടുതൽ യുവത്വമുള്ളത് നമ്മുടെ രാജ്യത്താണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ്. അതിൻ്റെ 2ാം സ്ഥാനം ചൈനക്കാണ്. അതിൻ്റെ 3ാം സ്ഥാനം ഇന്തോനേഷ്യക്കാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവത്വം കുറഞ്ഞ രാജ്യം, ലോകത്തെ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഹിരോഷിമയിലും നാഗസാക്കിയിലും അവിടെ ആറ്റം ബോംബ് വീണതിന് ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ടെക്നോളജിയിൽ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ, അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള ജപ്പാനിലാണ് യുവത്വം ഏറ്റവും കുറവുള്ള രാജ്യം. 2ാമത്തെ രാജ്യം ജർമ്മനിയാണ്. ലോകത്തറിയപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ഫാസിസ്റ്റ്, നാസിസ്റ്റ് ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റീഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനിയാണ്. സഹോദര, ലോകത്ത് ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി, ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം, ചരിത്രം കുറിക്കേണ്ട യൗവനം, രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട യൗവനം, പാർലമെന്റിനെ ചടുലമാക്കേണ്ട യൗവനം, കുടുംബങ്ങളെ ചടുലമാക്കേണ്ട യൗവനം, നാടിന്റെ പുരോഗതിയുടെ നിർണായകമായ കൽപ്പടവുകളായി മാറുന്ന ഉറച്ച കാൽവെപ്പുകളുള്ള, ഉറച്ച തീരുമാനമുള്ള, അള്ള നൽകിയ ദിവ്യാനുഗ്രഹമായ തലച്ചോറ്, ആരുടെ മുമ്പിലും പണയപ്പെടാത്ത, സ്ലേവറി അനുവദിക്കാത്ത, അത് സാംസ്കാരികമാകട്ടെ, വൈജ്ഞാനികമാവട്ടെ, ശാസ്ത്രീയമാവട്ടെ, ഏതേത് അധമത്വത്തെയും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചടുലമായ ഒരു യൗവനത്തെ കുറിച്ച് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം കുറിക്കുവാനെന്ന് വയലാറിന്റെ കവിതകളിൽ അത്തരമൊരു യൗവനത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. യൂറോപ്യൻ സാഹിത്യകാരന്റെ കവിതകളിൽ അത്തരമൊരു യുവത്വത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയോട് പടപൊരുതി
ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതിന്റെ പിന്നിൽ മക്കളെ നിങ്ങളെപ്പോലെയുള്ള യുവാക്കൾ ഉണ്ടായിരുന്നു. 20 വയസ്സുള്ളവരുണ്ടായിരുന്നു, 15 വയസ്സുള്ളവരുണ്ടായിരുന്നു. മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും അതുപോലെ തന്നെ ബഹാദൂർ ഷാ സഫറും മക്കയിൽ ജനിച്ച ആസാദും ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടിക്കാലം മുതലേ നിങ്ങളെപ്പോലെ പഠിക്കുകയും ചിന്തിക്കുകയും കിട്ടാവുന്ന നോളജുകളെ ശേഖരിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തവരാണ്. പീസ്ബർഗിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് അഗാധമായി ചിന്തിച്ച ഗാന്ധിജിയുടെ മെലിഞ്ഞുണങ്ങിയ വടികുത്തിപ്പിടിച്ച അവസാനം നമ്മൾ കാണുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലും ജനിച്ചിരുന്നത് ഈ യൗവനത്തിന്റെ തീജ്വാലയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എണ്ണപ്പെട്ട പേര് മതി ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ. നിങ്ങൾ നോക്കുക, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുമ്പോൾ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്വാ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. 18-ാം അധ്യായം സൂറത്ത് കഹ്ഫിന്റെ 13-14 വാചകങ്ങളാണ്. ആ വാചകം വായിക്കുമ്പോൾ അവിടെ 7 പേരെ 10-ൽ താഴെയുള്ള യുവാക്കളെ പറ്റി പറയുന്നുണ്ട്. മക്കളുടെ ലോകത്തിന്റെ ചരിത്രം ആർക്കും വായിക്കാവുന്നതാണ്. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഇന്ത്യ കണ്ടെത്തൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി നമുക്ക് വായിക്കാവുന്നതാണ്. റോമൻ എംപയർ എന്ന ചരിത്രം ഗിബ്ബന്റെ ബുക്ക് നമുക്ക് വായിക്കാവുന്നതാണ്. ഫിലിപ്പ് ഹിറ്റിയുടെ MN റോയിയുടെ ഗംഭീരമായ ഗ്രന്ഥത്താളുകളിലൂടെ കടന്നുപോയാൽ എന്തിനേറെ നേരത്തെ നിഷാദ് സലഫി ഉദ്ധരിച്ച ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ഇബ്നു ഖൽദൂൻ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗോർഡൻ ചൈൽഡിന്റെ ഗ്രന്ഥം വായിച്ചാൽ ലോകത്തുള്ള ഇതപര്യന്ത പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ച, മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, പുകവലിക്കാത്ത, കഞ്ചാവടിക്കാത്ത, പെത്തഡിൻ ഉപയോഗിക്കാത്ത, അശീഷ് ഉപയോഗിക്കാത്ത, മാരിജുവാന ഉപയോഗിക്കാത്ത, MDMA ഉപയോഗിക്കാത്ത ഒരു വലിയ യൗവനമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ തല ഉയർത്തി കൊടുത്തിട്ടുള്ള ആ മഹാന്മാരായ ആളുകൾ KM മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ വാഗൻ ട്രാജഡിയിൽ തിരൂരിന്റെ ആ ട്രെയിനിന്റെ ബോഗിയിലേക്ക് കുത്തി നിറക്കുമ്പോ ഒരു നേരിയ ഹോളിലൂടെ, ഒരു നേരിയ ദ്വാരത്തിലൂടെ മൂക്കമർത്തി പിടിച്ച് രക്ഷപ്പെട്ട ഈ മൊയ്ദ് മൗലവിയുടെ ചരിത്രം വായിക്കുന്നിടത്ത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിപ്ലവമുണ്ടാക്കിയ യൗവനത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നു. അന്ന് തെണ്ടി നടന്ന് കുടുംബത്തെ പൊട്ടിയ നാം ഇന്ന് തോണ്ടി നടന്ന് ജീവിതം പോക്കുന്നതിനിടയിൽ ഓർത്തിട്ടില്ല ഇന്നലകളുടെ ചരിത്രം. ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല. ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല. നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ, ലോകം നിങ്ങളെ ഓർക്കണമോ, ഒറ്റ വഴിയേ അതിലുള്ളൂ, ചരിത്രം സൃഷ്ടിക്കുന്നതാവുക. ഒരിക്കലും ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത്. 130 കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. ധാർമ്മികതയിൽ കൊണ്ടുപോകാം, ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം. ലിബറലുകളുടെ തലതിരിഞ്ഞ ഭ്രാന്ത് നെഞ്ചിലേറ്റി എനിക്ക് ദാമ്പത്യം വേണ്ടെന്ന് പറയുന്ന യൗവനത്തോട്, എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന യുവതികളോട് വളരെ സൈലന്റായി ചിന്തിക്കാൻ ഒരു പോയിന്റ് പറയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 206-ാമത്തെ പേജ്. ചരിത്രത്തിൽ ഒന്നും ആയിരുന്നില്ല മക്ക. കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ഒരു രാജ്യമായിരുന്നു അത്. കോളനിവൽക്കരണത്തിന് ഒട്ടും വിധേയമാകാത്ത കുന്നുകളുള്ള നെഹ്റു പറയാണ്, ഊശ്വര ഹൃദയം പേറിയ ഊശ്വര ഭൂമിയിലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചവരിൽ അന്ന് അലിയുണ്ടായിരുന്നു, ഉമറുണ്ടായിരുന്നു, ഉസ്മാൻ ഉണ്ടായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ബിൻ ഉമർ ഉണ്ടായിരുന്നു, തൽഹത്ത് ബിൻ ഉബൈദുള്ള ഉണ്ടായിരുന്നു, അന്നുള്ള പലരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഊശ്വര ഭൂമിയിൽ ജീവിച്ചവരാണ്. ഉമറുൽ ഖൈസിന്റെ ലബീദിന്റെ കവിതകൾ കേട്ട് മുഅല്ലഖ വായിച്ച് പെണ്ണിന്റെ മാറിടത്തെ കുറിച്ചും പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ കാർക്കുന്തലിനെ കുറിച്ചും വർണ്ണിച്ചവരുണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോൾ നാളെ പ്രാപിക്കാനിരിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യമോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട യുവാക്കൾ ഉണ്ടായിരുന്നു. നാളെ കുടിക്കേണ്ട കള്ളിനെ കുറിച്ച് ചിന്തിച്ചവരുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി സുഗന്ധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ സുഗന്ധം പൂശുകയും സ്ത്രീകളുടെ കണ്ണിലുണ്ണിയായി വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മിസ്സബില്ലേ, ചരിത്രത്തിൽ ആ യുവാവിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മദീനയിൽ വന്ന് പ്രസംഗിച്ച് കടാരമുനമ്പിൽ നിന്നുകൊണ്ട് അവിടെ സയദ് ഇബ്നു മുഖാദയുടെ കൽബിനെ സ്വാധീനിച്ച മിസ്സബിന്റെ ചരിത്രമുണ്ടായിരുന്നു. ആരാണ് സയദ് ഇബ്നു മുആദ? മിസ്സബിന്റെ ദേവത്തിലൂടെ മാറിയാളായിരുന്നു. ആരായിരുന്നു സയദ് ഇബ്നു മുആദ? 30 വയസ്സുള്ള യുവാവായിരുന്നു. ആരായിരുന്നു സയദ് ഇബ്നു മുആദ?
30 മുതൽ 5 കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. മാമൻ മാപ്പിള ഹാളിൽ മദ്യവുമായി വന്നിരുന്ന അമുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ മക്കളായിരുന്നു. മാമൻ മാപ്പിള ഹാളിന്റെ ബേക്കിൽ ഹാരിസ് ബിൻ സലീമിന്റെയും ഈ ഉള്ളവന്റെയും രാവിലെ നടന്ന 2 പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതത്തിൽ എന്നേക്കുമായി മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞ തൃശ്ശൂരുകാരായ അമുസ്ലിം കുട്ടികൾ ഒരുപക്ഷെ ഇന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അവരെ അമ്മ വിളിച്ചു പറയുന്നു, സാർ താങ്ക്സ് ഉണ്ട്, എന്റെ മകൻ കള്ളുകുടി നിർത്തി. 3 വർഷമായി എന്റെ മകൻ മദ്യപിക്കുകയായിരുന്നു. അർണോൾഡ് ടോയംബിയുടെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗംഭീരമായ ഗ്രന്ഥത്തിൽ മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും മദ്യത്തിന്റെ ചഷകങ്ങൾ തല്ലിയൊടച്ച് മദീനയിലെ മരുഭൂമിയെ നനച്ച് അത് പുഴയായി ഒഴുകിയപ്പോ ചരിത്രത്തിന്റെ ഒരു മഹാവിപ്ലവമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എന്റെ മക്കൾ ഉൾക്കൊള്ളുന്ന ഈ സദസ്സിലോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മക്കളോട്, അവരുടെ ക്ഷണം സ്വീകരിച്ച് ക്യാമ്പസിൽ നിന്ന് വന്നവരോട്, ലോകത്തൊരു ചരിത്രമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് ദ 100 ബൈ മൈക്കൽ ലെച്ചാർഡ്. ചാപ്റ്റർ 1-ൽ പ്രൊഫറ്റ് മുഹമ്മദ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തിൽ ആരാ? അക്ഷരമറിയാത്ത ആ പ്രവാചകൻ. അക്ഷരമറിയാതെ പിതാവിന്റെ കൈപിടിക്കാതെ ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. അതെ, ഈ മുഹമ്മദ് പള്ളിക്കൂടത്തിൽ പഠിച്ചില്ല, പക്ഷെ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല. അറബ് ജനതയിലേക്ക് ആ ദൂതനെ നിയോഗിക്കുകയാണ്. മഹാമതിദിക്കാത ശിഷ്യശാഖാ സമുന്നിതം ലിംഗച്ഛേദ ശിഖാഹീന എന്ന് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ ആ പ്രവാചകൻ ഹുവല്ലദീ ബഅസഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞ 62-ാമത്തെ വചനം. ആ ദൂതനെ അയക്കുന്നു ആ യുവാക്കളിലേക്ക്, അവിടെ പ്രായം ചെന്നവരിലേക്ക്, ആ ബാലവൃദ്ധൻ ജനങ്ങളിലേക്ക്. 10 വയസ്സിലാണ് അലി ഇബ്നു അബീ ത്വാലിബ്, സഹോദര 10 വയസ്സിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നെ മദ്യപിച്ചിട്ടില്ല, പിന്നെ വ്യഭിചരിച്ചിട്ടില്ല, പിന്നെ തിന്മകൾ ചെയ്തിട്ടില്ല, പിന്നെ യൗവനം പായായിട്ടില്ല. 24-ാമത്തെ വയസ്സിൽ നബിയുടെ വിരിപ്പിൽ കിടന്ന് നബി മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് നബിയുടെ സ്ഥാനത്ത് കയറിക്കിടന്ന് അർത്ഥവത്തായ ജീവിതം നയിച്ച അലി ഇബ്നു അബീ ത്വാലിബ്, സിഫീൻ യുദ്ധത്തിൽ പോലും റസൂൽ പഠിപ്പിച്ച ദിക്ർ മറക്കാത്ത അലി ഇബ്നു അബീ ത്വാലിബ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് സുബൈ ജമാഅത്തിന് പോകുമ്പോഴാണ് വെട്ടേറ്റു മരിച്ചത്, കുത്തേറ്റു മരിച്ചത്, ത്യാഗമനുഭവിച്ചത്. രാത്രി മുഴുവനും മൊബൈലിൽ തോണ്ടി കിടന്നുറങ്ങുകയായിരുന്നില്ല. രാത്രി മുഴുവനും ജീവിതത്തിൽ ചാറ്റ് ചെയ്ത് മറ്റുള്ളവരോട് സംസാരിച്ച് യൗവനം പോഴാക്കുമായിരുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 39-ലെ 9-10 പറഞ്ഞ പോലെ നിൽക്കുകയായിരുന്നു, ഗദ്ഗതകണ്ഠരായിരുന്നു, കരയുകയായിരുന്നു, നെഞ്ചിൽ കൈവച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, താടിരോമങ്ങൾ നനഞ്ഞിരുന്നു, ജുബ്ബക്കുപ്പായങ്ങൾ നനഞ്ഞിരുന്നു. അവർ സുജൂദിലായിരുന്നു. ആരുടെ മുമ്പിലാണ്? ഈ അണ്ടകടാകത്ത് മുഴുവനും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാൻ. അതുകൊണ്ടാണ് അസ്ഹാബുൽ കൗഫിനെ പറ്റി പറഞ്ഞെടുത്ത് ആകാശഭൂമികളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഇന്നൊരു സന്യാസിക്ക് പറയാൻ കഴിയില്ല, ഒരു പള്ളിയിലച്ചന് പറയാൻ കഴിയില്ല, കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് പറയാൻ കഴിയില്ല. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നഹ്നു നഖുസ്സു അലൈക നബഉം ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ യുവാക്കളായിരുന്നു. രാജാവ് അവർക്കെതിരായിരുന്നു, നാട്ടുകാരെതിരായിരുന്നു, അവർ സൃഷ്ടിപൂജകരായിരുന്നു. സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ദേവിമാരെയും ദേവന്മാരെയും പാമ്പിനെയും പശുവിനെയും ആരാധിച്ചവർ അന്നാട്ടിലുണ്ടായി. അവിടെ നിന്ന് ഈ 7 യുവാക്കൾ ചിന്തിക്കാൻ, ആരാ നമ്മുടെ ദൈവം? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ടെങ്കിൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പുഷ്പങ്ങൾ വിടർന്നിരുന്നുവെങ്കിൽ, ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന് പാടിയിരുന്നെങ്കിൽ, കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും എന്ന് കവിക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞത് അവരുടെ ചിന്തതായിരുന്നു. നമ്മളോ? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? ജീവിതത്തിന്റെ 1 മിനിറ്റ് നഷ്ടപ്പെടുത്തിയതിന് ലജ്ജ തോന്നുന്നുണ്ടോ? ഞാനിന്ന് സുബൈക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിസ്കരിച്ച് തിരിഞ്ഞ് ദിക്ർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഓതിയ 2 അധ്യായം ഏതാണെന്നറിയാമോ? പറഞ്ഞില്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ സൂറത്ത് ഫുർഖാനിലെ 61 മുതലുള്ള വചനമാണ്. ഇബാദുർ റഹ്മാന്റെ 9 ഗുണം പറയാണ്.
അതിൽ ആദ്യം പറയുന്നത് ആ ഒരു ഗുണം പറയുന്നതിന് മുമ്പ് പറയുന്നത് അറിയോ? ആകാശഭൂമികളും രാപ്പകലുകളും ഒക്കെ ഇവിടെ സംവിധാനിച്ചൊരു പടച്ചോനില്ലേ? രാവും പകലും മാറി മാറി വരികയാണ്. രാവിന് പകല്, പകലിന് രാവ്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, അമ്പലം ഉണ്ടാകുന്നതിന് മുമ്പ്, പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് അസ്ഹാബുൽ കൗഫ് എന്ന 7 പേർ, ആ യുവാക്കൾ എന്താ പറയുന്നറിയോ? കല്ലിനെ ആരാധിക്കാൻ ഞങ്ങളില്ല, പാമ്പിനെ ആരാധിക്കാൻ ഞങ്ങളില്ല, സൂര്യനെ ആരാധിക്കാൻ ഞങ്ങളില്ല. കാരണം എന്താണ്? ഇതൊക്കെ സൃഷ്ടികളാണ്. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേകാസീത് സദാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണയഹ്. നമ്മുടെ സമുദായം ഏക സമുദായമാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശാപുമനത്രയം. ലോകമാണ് തറവാട്. ഇത് പറയാൻ, ഇവിടുത്തെ ഹൈന്ദവനോട് പറയാൻ, ഇവിടുത്തെ ക്രൈസ്തവനോട് പറയാൻ, ഇവിടുത്തെ ജൂതനോട് പറയാൻ, ഇവിടുത്തെ മജൂസിയോട് പറയാൻ, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് നമ്മളെന്ന് പറയാൻ യൗവനം ചെലവഴിച്ച മഹാന്മാർ. അബൂദർ അൽ ഗിഫാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാറുൽ അർഖമിൽ വന്ന് ആദ്യമായി സലാം പറഞ്ഞ് നബിയിൽ നിന്ന് ദീന് കിട്ടി. ലോകത്തിന്റെ തമ്പുരാനെ മാത്രമേ തലകുനിക്കുള്ളൂ, ആരാധിക്കുള്ളൂ, സുജൂദ് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച ആ നിമിഷം പ്രോഫ്കോണിൽ ഇന്നലെ മെനയാന്ന് തിരുവനന്തപുരത്തുനിന്ന് ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുകയാണ്. തിരുവനന്തപുരം പ്രോഫ്കോണിന് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു. എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു, എനിക്കൊരു പ്രേമമുണ്ടായിരുന്നു. ഉസ്താദേ, ആ പ്രോഗ്രാം എൻ്റെ അന്ന് ഞാൻ ആ പ്രേമം ഫുൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഉസ്താദേ, മെനയാന്ന് ആ പെൺകുട്ടി എന്നെ വിളിച്ചു. ഈ ഒരു വർഷത്തിനിടയിൽ അവൾ എന്നെ വിളിക്കുന്നത് ആദ്യമായാണ്. അവളുടെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നു. ഉസ്താദേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നോക്കൂ. ഇതാണ് പരിവർത്തനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മാറ്റം അതാണ്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തുബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയദഉ അൻഹും ഇസ്റഹും വൽ അഅദാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു. ഒരു കൊല്ലം വിശദീകരിച്ച തീരാത്ത ആയത്താ. തൗറാത്തിൽ പേര് പറയപ്പെട്ട ഈ പ്രവാചകൻ, ഇഞ്ചീലിൽ പേര് പറയപ്പെട്ട ഈ പ്രവാചകൻ, ആ പ്രവാചകന്റെ ദൗത്യം എന്താ? എല്ലാ ഹറാമും വിലക്കി, എല്ലാ ഹറാമും എല്ലാ ഹലാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ പഠിപ്പിച്ചു തന്നു. ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ട ഒന്നുമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു ബുക്കുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ലോകം അവസാനിക്കും, ലോകത്തിന്റെ തുടക്കം, ലോകത്തിന്റെ വികാസം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കേ. 20ാമത്തെ വയസ്സിൽ വീൽ ചെയറിൽ കയറിയ ആളാ. പക്ഷെ തലച്ചോറ് ഫ്രഷ് ആയിരുന്നു. കഞ്ചാവ് അടിച്ചിരുന്ന ആ തലച്ചോറ് ഉണ്ടാവില്ല. തലച്ചോറാണ്. ഒരാൾക്ക് കയ്യും കാലും മസിലൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഭരിച്ചല്ലോ. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ജിമ്മ് പോയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ട്. മസിൽ നോക്കണ മസിൽ അതിൽ കവിഞ്ഞൊന്നുമില്ല. ഓൻ തല്ലാൻ പോലും അറിയില്ല. ഓന് നല്ലൊരു ശബ്ദം പോലും ഉണ്ടാവില്ല. ഇതൊക്കെ വിവാദ വിഷയം എനിക്കറിയാം. എന്തുകൊണ്ട്? മൗലികമായി മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ അല്ല പറഞ്ഞില്ലേ സൂറത്ത് ഹദീദിലെ 16:20 ദുനിയാവെന്ന് പറഞ്ഞാൽ കളിയും വിനോദ. അങ്ങനെ കരുതുന്നവർക്ക് മെസ്സി ഭയങ്കര, അങ്ങനെ കരുതുന്നവർക്ക് സിനിമാ നടന്മാര് ഭയങ്കര. പക്ഷെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ അതല്ല, ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമില്ലെന്ന്, മുന്തിരിച്ചാറ് പോലെ ആസ്വദിച്ച ഈ ജീവിതമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി കേട്ടോ. എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരും. അങ്ങനെ മടക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥം വേണം. ഞാൻ നോക്കൂ, നിങ്ങൾ എനിക്ക് ചുരുങ്ങിയ സമയമാണ്, കേവലം ഒരു 5 മിനിറ്റോളം. സഹോദര, വളരെ ഗൗരവമായി ചിന്തിക്കണം. 3 പോയിന്റ് പറയാം. ഫുളൈൽ ബിൻ ഇയാദ് എത്രയോ കേട്ടതാ. കൊള്ളക്കാരനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു, പ്രേമിച്ചിരുന്നു, അപാരമായ പ്രേമം, ശരീരം പങ്കുവെച്ചിരുന്നു, പല ഊരു. അങ്ങനെ വ്യഭിചരിക്കാൻ പോയതാ. എങ്ങോട്ടാ പോയത്? കാമുകിയെ കാണാനാ. ഒരു മതിലിനപ്പുറത്ത് അവളെ വീട്. ആ മതിൽ കയറി ഒരു കാൽ അപ്പുറത്തും ഒരു കാൽ ഇപ്പുറത്തും. അപ്പോഴാണ് ഖുർആനിൽ 50-ാം അധ്യായം സൂറത്ത് ഹദീദിന്റെ 16 ഒരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും സംഘടനയിലൊക്കെ പ്രവർത്തിച്ച് ഇതിന്റെ ഒക്കെ മുന്നിലുണ്ടായി. കാലചക്രം കറങ്ങിയപ്പോ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയല്ലേ?
ജൂതന്മാരെ പോലെ നിങ്ങളായല്ലേ? അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ല അല്ലേ എന്നായത്ത് കേട്ടപ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദ് ചിന്തിക്കാൻ, എങ്ങോട്ടാണ് പോണത്? വ്യഭിചാരം താൽക്കാലികമായ സുഖമാണ്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. സൂറത്ത് ഇസ്രാഇന്റെ 31. വ്യഭിചാരം നമുക്ക് ആനന്ദം ഉണ്ടാക്കിയേക്കാം, ഒരു മിനിറ്റ് നേരം നിർവൃതി ഉണ്ടാക്കിയേക്കാം, ശേഷമുള്ളത് കുറ്റബോധമാണ്. അതുകൊണ്ടാണ് വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. രണ്ടുപേരുടെ ഖൗലായും അഭിപ്രായമായും തഫ്സീറുകളിൽ ഉണ്ട്. 12-ാം അധ്യായം 53 യൂസുഫ് നബി പറയുന്നു, ഈ മനുഷ്യന്റെ നഫ്സ് പാപത്തിലേക്ക് ചായുന്നതാണ്. അത് ചെയ്തോ, ഇത് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയും. അത് ചെയ്യുന്നവരെ പിശാച് അവനത് ഭംഗിയാക്കി തോന്നിച്ചു കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ വകുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന ശൈത്താനു യൻസഖു ബൈനഹും. 12-ാം അധ്യായം 108-ാമത്തെ വചനം, 17-ാം അധ്യായം 53-ാമത്തെ വചനം. ഇതൊക്കെ പിശാച് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ കൂട്ടുകാരില്ലേ പരലോകത്തെത്തുമ്പോൾ കൈകടിക്കുന്ന ഒരു രംഗമുണ്ട്. വയൗമ യഉദ്ദാലിം അലാ യദൈ യഖൂലു യാ ലൈതനി തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി ദിക്ർ. മക്കളെ 25-ാം അധ്യായം 27, 28 അതിന്റെ അർത്ഥം എന്തറിയോ? പടച്ചോനെ, അള്ളാഹുവിനെയും റസൂലിനെയും പറ്റി പറഞ്ഞു തന്നിരുന്നല്ലോ, പ്രോഫ് കോണിൽ പോയിരുന്നല്ലോ, മംഗലാപുരത്തെ പ്രോഫ് കോണിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പഠിച്ചിരുന്നുവല്ലോ, എനിക്ക് പിശാച് എന്നെ വഴിതെറ്റിച്ചല്ലോ. പിന്നെ വിലാപം എന്താ അറിയോ? എൻ്റെ കൂട്ടുകാർ, എനിക്ക് ചില കൂട്ടുകാരുണ്ടായിരുന്നു. മക്കളെ, ഇവിടെ വരുന്നവരെ നിങ്ങൾക്ക് ചില കൂട്ടുകാരുണ്ടാവും. പക്ഷെ തീരുമാനിക്കണം, ആ കൂട്ടുകാർ ഇനി വേണോ? പെൺകുട്ടികൾ ചോദിക്കണം, ആ കൂട്ടുകാരികൾ എനിക്ക് വേണോ? ആ കൂട്ടുകാരി വേണോ? ഗുഹാവാസിയായ ഒരു ചെറുപ്പക്കാരൻ പിതൃവ്യന്റെ മോളെ പ്രേമിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. അവളറിയാതെ ഒരു ദുർബല ഘട്ടത്തിൽ അവളെ അവന് കിട്ടുന്നു. കഥ ചുരുക്കുകയാണ്, സമയമില്ല, ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അയാൾ ആ പെണ്ണിലേക്ക് ചാഞ്ഞു. അപ്പൊ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഇത്തഖില്ലാ, അള്ളാഹിനെ പേടിക്കണില്ലേ? അപ്പൊ അയാൾ എണീറ്റ് പോരുകയാണ്. എന്നിട്ട് അള്ളാഹിനോട് പറയാ, റബ്ബേ, നിന്നെ പേടിച്ചിട്ടാട്ടോ ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. അതെ, സൂറത്ത് ഖാഫിലെ 16 മുതലുള്ള വാചകമാണ്. ഈ വാചകം കേട്ട് അവർ മാറുകയാണ്, അവർ പരിവർത്തിപ്പിക്കപ്പെടുകയാണ്, അവരുടെ ഹൃദയത്തിൽ ഈ വെളിച്ചം കിടക്കുകയാണ്. ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് കോടിക്കണക്കായ മനുഷ്യർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയതിന് ശേഷം ആ യൗവനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്തിന് ഓരോ പ്രോഫ് കോണിലും ചെറിയ കുറെ കുട്ടികളെ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ? മൈക്കെടുക്കുന്ന, പ്രസംഗിക്കുന്ന, നിങ്ങളോട് പറയുന്ന പ്രോഫ് കോണിന്റെ ഈ കുട്ടികളെ നിങ്ങൾ നോക്കുന്നില്ലേ? അവരും നിങ്ങളെ പോലെ ആഗ്രഹമുള്ളവരാണ്. അവർക്കും കഞ്ചാവ് കിട്ടും, അവർക്കും MDMA കിട്ടും, അവർക്കും സുന്ദരികളായ പെൺകുട്ടികളെ കിട്ടും. പക്ഷേ ദുനിയാവിൽ അതൊന്നും മെച്ചത്തിന്റെ വഴികളല്ലെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ റബ്ബിനെ പേടിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ അവർ പേടിക്കുന്നു. 79-ാം അധ്യായം 40-41 വചനമാണ്. ദേഹേച്ഛയെ നിയന്ത്രിക്കുകയായിരുന്നു. എന്താണ് ഇസ്ലാം? വാട്ട് ഈസ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തി ഒരു പിപക്കുള്ളിൽ ഇരിക്കുന്ന പുഴു 21 ദിവസം കൊണ്ട് വർണ്ണാഭമായ ചിത്രശലഭമാകുന്ന പോലെ 3 ദിവസം പ്രോപ്കോണിൽ വന്നാൽ ഉമ്മയെ സ്നേഹിക്കുന്ന, ഉപ്പയെ ആദരിക്കുന്ന ആരാണ്? ഉവൈസുൽ ഖർനി ആരാണ്? ആ യുവാവ് ആരാണ്? ഉവൈസുൽ ഖർനി എവിടെയെന്ന് ഖലീഫ ഉമറാണ് ചോദിക്കുന്നത്. ആരാണ് ഉവൈസുൽ ഖർനി? അതേ, മാതാവിനെ ഖിദ്മത്തെടുത്ത, ഉമ്മയെ ആദരിച്ച, ഉമ്മാക്ക് വേണ്ടി ജീവിച്ച, കഞ്ചാവ് അടിച്ചു വന്ന് കട്ടപ്പനയിലെ അമ്മയെ കൊന്ന മകന്റെ കഥയല്ല, പെങ്ങളെ ബലാത്സംഗം ചെയ്ത യുവത്വത്തിന്റെ കഥയല്ല, 6 പേരെ കൊന്നൊടുക്കിയ യുവത്വത്തിന്റെ കഥയല്ല, സ്കൂളിന്റെ വരാന്തയിൽ സ്നേഹിക്കേണ്ട സഹപ്രവർത്തകനെ കൊന്നിട്ടും അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരവും അവരെ വിജയിപ്പിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്ത ഭരണകൂടങ്ങളുണ്ട്, ആളുകളുണ്ട്. യുവാക്കളെ, 2 ഖുർആനിക വചനവും 1 ഹദീസും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം വൈൻഡപ്പ് ചെയ്യാം. ജൂതന്മാരോട് യൗമുസ്സബത്തിന് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു, ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അവരുടെ സർവശക്തൻ അവർക്ക് വിലക്കിയിരുന്നു. പക്ഷേ അവർ തന്ത്രം ഉപയോഗിച്ച് മത്സ്യത്തെ കടലിൽ നിന്ന് ഓവുചാലുണ്ടായി, ഗട്ടറുണ്ടാക്കി സ്വീകരിച്ചപ്പോ ആ തിന്മക്കെതിരെ ഒരു ന്യൂനപക്ഷം ശബ്ദിച്ചു. വിശ്വത്തിന്റെ ആളുകളോട്, ഇതിന്റെ വിദ്യാർത്ഥികളോട്, നിങ്ങൾക്ക് പോകാനുള്ളത് ഇന്ത്യയുടെ വിവിധ ക്യാമ്പസുകളിലേക്കാണ്, യൂണിവേഴ്സിറ്റികളിലേക്കാണ്. ഇവിടെ ഡോക്ടർമാരുണ്ട്, ഇവിടെ എഞ്ചിനീയർമാരുണ്ട്, ഇവിടെ ടെക്നോളജി അറിയുന്നവരുണ്ട്, ഹാഫിളുകളായ ഡോക്ടർമാരുണ്ട്. എങ്ങനെ അവരുണ്ടായി? നാം രൂപപ്പെടുത്തിയെടുത്തു. അള്ളാഹു അവരെ പരിവർത്തിപ്പിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതപ്പെട്ട വാചകം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ
ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകണം. ഞാൻ നന്നാവണം, എൻ്റെ കുടുംബത്തെ നന്നാക്കണം, എൻ്റെ അയൽപ്പക്കത്തെ നന്നാക്കണം, എൻ്റെ ചുറ്റുപാടുകളെ നന്നാക്കണം. മഹാനായ അബൂ ദർ ഗഫാരി അനുജനെ നന്നാക്കി, ഉമ്മയെ നന്നാക്കി, ആ ഗോത്രം മുഴുവനും അദ്ദേഹം നന്മയിലേക്ക് കൊണ്ടുവന്നു. ആ ഗോത്രത്തെയുമായി മദീനയിൽ വരെ വന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വൈദ് കാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഅല്ലൂന ഖൗമനില്ലാ ഔ മുഹ്ലികഹും ഔ മുഅദ്ദിബഹും അദാബൻ ശദീദാ ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. ഒരു ഹദീസ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൻ-നബി സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദലിക അളഫുൽ ഈമാൻ. മുഹമ്മദ് നബി പറയാൻ, ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ടവരെ തടുക്കണം, നിയമപാലകർ അത് തടുക്കണം. ഒരു ബാപ്പ മകന് ഗുരുതരമായ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഒരടി കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റെങ്കിൽ അവനെ നന്നാക്കണം, നാവ് കൊണ്ട് ഉപദേശിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം എന്നാ പറയുന്നത്. ഈ തത്വം നിങ്ങൾ ഇന്ന് നാളെ ഉച്ചക്ക് ഇവിടുന്ന് പിരിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം നിങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം. അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുക. ഗാന്ധിജിക്ക് 9 വയസ്സുള്ളപ്പോൾ അമ്മ പറഞ്ഞു അത്രേ, മോനെ നീ നിനക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിന് ജീവിതം എന്ന് പറയില്ല, നീ അപരർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിനാണ് ജീവിതം എന്ന് പറയുക. ഈ നാട്ടിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ നന്നായി കാണണമെന്നും അവരെ യൗവനം സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരമാകണമെന്നും സ്വന്തം ശരീരം നശിപ്പിക്കാത്തവർ അവരാകണമെന്നും അവരെ കിഡ്നി അവർ സ്വയം നശിപ്പിക്കുന്നവരാവരുതെന്നും അവരുടെ ഉമ്മാക്ക് എന്നും തണലും താങ്ങുമാകണമെന്നും അവരെ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയാകണമെന്നും അവരെ ക്യാമ്പസിൽ ഏറ്റവും നല്ല പൗരനാകണമെന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സ്റ്റുഡൻസ് അങ്ങനെയുള്ള ഒരു തലമുറയാണ്, ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു തലമുറ. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.